രാഷ്ട്രപതി അഭിവാദ്യം നൽകി റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടികൾ തുടങ്ങിയിരിക്കുന്നു. ഡൽഹിയെ മലയാളികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്ന് മലയാളികളുടെ ഒരു സാന്നിധ്യമാണ്. അത് തൊട്ടടുത്തായിട്ട് നമുക്ക് അവരുടെ സാന്നിധ്യം അറിയാൻ സാധിക്കും. ഇപ്പോൾ മുൻനിര പരേഡിന്റെ മുൻനിരയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അതിന് തൊട്ടു പിന്നാലെയായിട്ട് ഇത്തവണത്തെ മുഖ്യാതിഥി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ആണ് എന്ന് നമുക്കറിയാം. ഫ്രഞ്ച് സേനയുടെ പരേഡായിരിക്കും അതിന് തുടർച്ചയായിട്ട് ഉണ്ടാകുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ സൈനിക ഉദ്യോഗസ്ഥർ രാഷ്ട്രപതിക്ക് അഭിവാദ്യം അർപ്പിച്ച് കമാൻഡിംഗ് ചുമതലകളിലുള്ള സൈനിക ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഭിവാദ്യം അർപ്പിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ പരംവീർ ചക്ര ലഭിച്ച സുബേദാർ മേജർ അവരുടെ യോഗേന്ദ്ര സിംഗ് യാദവ്, ഒപ്പം സുബേദാർ മേജർ സഞ്ജയ് കുമാർ, അശോക് ചക്ര ലഭിച്ച മേജർ ജനറൽ CA പിത്വാല, ഒപ്പം കേണൽ D ശ്രീറാം കുമാർ, ലഫ്റ്റനന്റ് കേണൽ ജാസ് റാം സിംഗ് എന്നിവർ രാഷ്ട്രപതിയെ അഭിവാദ്യം ചെയ്ത് മുന്നോട്ട് പോകുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സൈനിക മേഖലയിൽ അവരുടെ പ്രശസ്തമായിട്ടുള്ള സേവനത്തിന് വേണ്ടിയിട്ട് ആണ് അവർക്ക് ഈ പ്രധാനപ്പെട്ട സൈനിക പുരസ്കാരങ്ങൾ നൽകിയത്. രാഷ്ട്രപതി അഭിവാദ്യം ചെയ്ത് മുന്നോട്ട് പോവുകയാണ് പരംവീർ ചക്ര ലഭിച്ച സൈനിക ഉദ്യോഗസ്ഥരും അശോക് ചക്ര ലഭിച്ച സൈനിക ഉദ്യോഗസ്ഥരും. അവർക്ക് ലഭിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആദരമായി രാജ്യം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംഗീകാരമായിട്ടാണ് റിപ്പബ്ലിക് ദിന ആഘോഷത്തിൽ ഈ മുൻനിരയിൽ തന്നെ പങ്കെടുക്കാനായി സാധിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നു. ഇപ്പോൾ ലഫ്റ്റനന്റ് കേണൽ ജാസ് റാം സിംഗ് ആണ് അഭിവാദ്യം ചെയ്ത് മുന്നോട്ട് പോകുന്ന ദൃശ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അദ്ദേഹത്തിന് അശോക് ചക്രയാണ് ലഭിച്ചിട്ടുള്ളത്. ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇതിനുശേഷമാണ് ഇനി പരേഡിന്റെ പ്രധാനപ്പെട്ട മറ്റ് ഭാഗങ്ങളിലേക്ക് കടക്കുന്നത്. തൊട്ടടുത്തതായി ഇനി മാർച്ച് ചെയ്യാൻ പോകുന്നത് ഫ്രഞ്ച് കണ്ടിജന്റ് ആണ്. കർത്തവ്യപഥിലൂടെ അല്പസമയത്തിനകം ഫ്രഞ്ച് കണ്ടിജന്റ് അവരുടെ ബാൻഡ് സംഘത്തിനൊപ്പം മാർച്ച് ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 30 അംഗ ബാൻഡ് സംഘമാണ് ഫ്രഞ്ച് സേനയുടേതായിട്ട് എത്തിയിട്ടുള്ളത്. ഈ ഫ്രഞ്ച് സേനയുടെ ബാൻഡ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ക്യാപ്റ്റൻ ഖുറുദ്ര ആണ് ഈ ഫ്രഞ്ച് സേനയുടെ ബാൻഡിന് നേതൃത്വം നൽകുന്നത്. 30 അംഗ സംഘമാണ്. അതിന് തൊട്ടു പിന്നാലെ 90 അംഗ ഫ്രഞ്ച് സേനയും മാർച്ച് പാസ്റ്റിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. 2 റഫാൽ വിമാനങ്ങൾ ഉൾപ്പെടെ ഒരു സ്പേസ് ഫോഴ്സ് അടക്കമുള്ളവ ഇതിന്റെ ഭാഗമായിട്ട് ഫ്ലൈ പാസ്റ്റ് നടത്തുന്ന ഒരു കാഴ്ചയും നമുക്ക് അല്പസമയത്തിനകം ഈ കർത്തവ്യപഥിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫ്രഞ്ച് സേനയുടെ ബാൻഡ് സംഘം വളരെ പ്രശസ്തമാണ്. ഫ്രഞ്ച് സേനയുടെ ബാൻഡ് സംഘം കഴിഞ്ഞ അവരുടെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്നു മുഖ്യാതിഥി. ഇത്തവണ ഫ്രഞ്ച് പ്രസിഡന്റ് നമ്മുടെ റിപ്പബ്ലിക് Second Foreign Infantry Regiment. The marching contingent comprising 90 legionnaires led by Captain Noel. The legionnaires wear the famous white cap, which can be worn only by legionnaires who have successfully been through 4 months of hard selection tests, and the best legionnaires get promoted and wear the black cap you can see in the first row. In fact, in last July, Indian troops and aircraft paraded in Paris for the 2023 Bastille Day, and they are now participating here, the French troops and aircraft. And we can hear the roar. We will shortly see a very special formation of the French Air Space Force, symbolizing the strength of the Indo-French relationship and honoring the presence of our chief guest here today. We could hear the sounds, the glimmer in the sky, gone past us. It was the French Airbus and the Rafale formation which graced our skies today, marking the Republic Day celebrations in India. The Airbus was captained by Commandant. മാർച്ചിന് ശേഷം ഇന്ത്യയുടെ സൈനികരുടെ പരേഡുകളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. വിവിധ സേനാ വിഭാഗങ്ങൾ രാഷ്ട്രപതിയെ അഭിവാദ്യം ചെയ്ത് കടന്നു പോവുകയാണ്. ആദ്യം കുതിരപ്പടയാണ് ഇപ്പോൾ രാഷ്ട്രപതിയെ അഭിവാദ്യം ചെയ്ത് പോകുന്നത്. 61 കാൽവരി ഇന്ത്യൻ സേനയുടെ ഭാഗമായിട്ടുള്ള
വിഭാഗമാണ് ഇപ്പോൾ രാഷ്ട്രപതി അഭിവാദ്യം ചെയ്ത് പോകുന്നത്. 1953 ഇന്ത്യൻ സേനയുടെ 53 ഇന്ത്യൻ സേനയുടെ 61 കാൽവരി സംഘം പ്രവർത്തനം ആരംഭിച്ചത്. അവരുടെ സംഘമാണ് ഏറ്റവും ആദ്യം മാർച്ച് ചെയ്ത് രാഷ്ട്രപതിയെ അഭിവാദ്യം ചെയ്ത് കടന്നുപോകുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ഈ കുതിരപ്പട മാറിക്കഴിഞ്ഞാൽ ഇനി വരുന്നത് ഇന്ത്യയുടെ പ്രതിരോധ ശക്തിയെ വിളിച്ചോതുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള സൈനിക ഉപകരണങ്ങളുടെ പ്രദർശനമാണ്. ആദ്യം വരുന്നത് ടാങ്ക് T-19 ഭീഷ്മയാണ്. നമുക്ക് ഏവർക്കും അഭിമാനം നൽകാവുന്ന, രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആയുധ ശേഖരങ്ങളിൽ ഒന്നായിട്ടാണ് ഇപ്പോൾ നമ്മൾ ടാങ്ക് T-19 ഭീഷ്മ കണക്കാക്കുന്നത്. ഏത് പ്രതികൂല സാഹചര്യത്തിലും ശത്രുവിന്റെ ലക്ഷ്യത്തിലേക്ക്, ശത്രുവിനെ ലക്ഷ്യമിട്ട് ഇന്ത്യൻ സേനയ്ക്ക് ആത്മവിശ്വാസം നൽകുന്ന ഭീഷ്മ ഇപ്പോൾ കർത്തവ്യപഥിലൂടെ കടന്നു വരികയാണ്. രാഷ്ട്രപതിയെ ആ സൈനികർ, ഭീഷ്മയിലുള്ള സൈനികർ അഭിവാദ്യം ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഭീഷ്മ കടന്ന് വരികയാണ്. രാഷ്ട്രപതിയെ അഭിവാദ്യം ചെയ്ത് ഈ T-19 ഭീഷ്മ ടാങ്ക് പിൻവാങ്ങും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. T-19 ഭീഷ്മ ടാങ്ക് ആണ് ഇപ്പോൾ രാഷ്ട്രപതി അഭിവാദ്യം ചെയ്തുകൊണ്ട് കർത്തവ്യപഥിലൂടെ മുന്നോട്ട് നീങ്ങുന്നത്. T-19 ഭീഷ്മയ്ക്ക് ശേഷം NAG മിസൈൽ സിസ്റ്റമാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ T-19 ഭീഷ്മ രാഷ്ട്രപതി അഭിവാദ്യം ചെയ്ത് കർത്തവ്യപഥിലൂടെ മുന്നോട്ട് പോവുകയാണ്. 90 മിനിറ്റ് നേരമാണ് ഈ നമ്മുടെ റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടികൾ നീണ്ടു നിൽക്കുന്നത്. തൊട്ടടുത്ത് ഇനി വരുന്നത് നാഗ് മിസൈൽ സിസ്റ്റമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം രാജ്യത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് ഏതെങ്കിലും ഭാഗത്ത് നിന്ന് മിസൈൽ ആക്രമണം ഉണ്ടായാൽ അത് ആകാശത്ത് വെച്ച് തന്നെ തടുക്കുക, അതിന് പര്യാപ്തമാകുന്ന വിധത്തിൽ നമുക്ക് സുരക്ഷ ഒരുക്കുന്ന നാഗ് മിസൈൽ സംവിധാനം നമുക്ക് ലഭ്യമാണ്. ആ മിസൈൽ സംവിധാനം നമ്മൾ എത്രത്തോളം പ്രതിരോധ രംഗത്ത് മുന്നിലെത്തി എന്നത് രാജ്യത്തിന് ഉറപ്പു നൽകുന്ന വിധത്തിൽ നമ്മുടെ പാരമ്പര്യ പ്രതിരോധ മേഖലയുടെ ശക്തി വിളിച്ചോതുന്ന രീതിയിലാണ് ഈ സൈനിക ടാങ്കുകളും ഒപ്പം മിസൈൽ സിസ്റ്റം, ആന്റി മിസൈൽ സിസ്റ്റവും ഒക്കെ നമ്മുടെ കർത്തവ്യപഥിലൂടെ മുന്നോട്ട് നീങ്ങുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നിരവധി ഏതാണ്ട് 13,000-ഓളം ക്ഷണിക്കപ്പെട്ട അതിഥികൾ ഉൾപ്പെടെയാണ് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നത്. റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ കർത്തവ്യപഥായി രൂപാന്തരം ചെയ്യപ്പെട്ടതിന് ശേഷം ഇത് രണ്ടാമത്തെ തവണയാണ് ഈ വിധത്തിൽ കർത്തവ്യപഥിൽ ഈ നമ്മുടെ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. ആന്റി മിസൈൽ സംവിധാനം അല്പസമയത്തിനകം രാഷ്ട്രപതി അഭിവാദ്യം ചെയ്യാനായി എത്തും. നമുക്ക് ദൃശ്യങ്ങൾ ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം പാകിസ്ഥാൻ അടക്കമുള്ള വിവിധ രാജ്യങ്ങൾ പല ഘട്ടങ്ങളിലായിട്ട് നമ്മുടെ മേഖലകളെ ലക്ഷ്യമിടുന്ന വിധത്തിൽ ഭീഷണി പലപ്പോഴൊക്കെ ഉയർത്തുമ്പോഴും നമ്മളെ സംബന്ധിച്ച് സുരക്ഷിതത്വം പ്രാധാന്യം നൽകുന്ന വിധത്തിൽ ആകാശ ബന്ധിതമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏത് മേഖലയിലും ഓൾ ടെറൈൻ വെഹിക്കിൾ സിസ്റ്റം രാജ്യത്തിന് വലിയ സുരക്ഷിതത്വം പ്രദാനം ചെയ്യുന്നതാണ്. ആന്റി മിസൈൽ സംവിധാനം അടക്കമുള്ളവ ഇതിന് തുടർച്ചയായിട്ട് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാനായി സാധിക്കുന്നുണ്ട്. രാഷ്ട്രപതി അഭിവാദ്യം ചെയ്ത് കടന്നു പോവുകയാണ്. നമുക്ക് പ്രതിരോധ മേഖലയിൽ രാജ്യം നേടിയ ഏറ്റവും വലിയ കരുത്ത് എന്തൊക്കെയാണ് എന്ന് വ്യക്തമാക്കുന്ന വിധത്തിലാണ് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടികളുടെ മുൻനിരയിൽ തന്നെ ഇപ്പോൾ ലൈറ്റ് സ്പെഷ്യലിസ്റ്റ് വെഹിക്കിളാണ് ഇപ്പോൾ കടന്ന് ഇനി അടുത്തതായിട്ട് വരുന്നത്. ഈ ഓൾ ടെറൈൻ വെഹിക്കിൾ പോയി കഴിഞ്ഞാൽ ലൈറ്റ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇതൊക്കെ നമ്മുടെ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇന്ത്യൻ സേനയുടെ ഭാഗമായിട്ട്, പ്രതിരോധ സേനയുടെ ഭാഗമായിട്ട് മാറിയിട്ടുള്ള ഉപകരണങ്ങളാണ്. രാഷ്ട്രപതിയെ അഭിവാദ്യം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്, കർത്തവ്യപഥിലൂടെ മുന്നോട്ട് പോവുകയാണ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഇത്തവണ മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് പ്രതിരോധ മേഖലയിൽ ഇന്ത്യ ഫ്രാൻസ് സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തവണത്തെ ഈ സന്ദർശനം. അദ്ദേഹത്തിന്റെ മുഖ്യ അതിഥിയായി അദ്ദേഹത്തെ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
ഏറ്റവും വേഗത്തിൽ പ്രതിരോധ മേഖലയിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമുള്ള ഈ സുരക്ഷ ഒരുക്കാനായിട്ടുള്ള ഘടകങ്ങൾ അത് ഉൾപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രദർശനമാണ് ഇപ്പോൾ കാണാനായി സാധിക്കുന്നത്. ആകാശ പ്രതിരോധ സംവിധാനങ്ങളുടെ വിവിധ പേരുകളിലുള്ള ആകാശ പ്രതിരോധ സംവിധാനങ്ങളുടെ പ്രദർശനമാണ് ഇപ്പോൾ കർത്തവ്യപഥിലൂടെ കടന്ന് പോകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നമ്മുടെ രാഷ്ട്രപതി നമ്മുടെ ഇതിന്റെ ഭാഗമായിട്ടുള്ള സൈനികരെ അഭിവാദ്യം ചെയ്യുന്നു. ഒപ്പം ഇതിന്റെ പ്രദർശനം റിപ്പബ്ലിക് ദിന ആഘോഷ പരേഡുകളുടെ ഭാഗമായിട്ട് നടക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഏറ്റവും കരുത്തുറ്റ പ്രതിരോധ സംവിധാനങ്ങളുടെ പ്രദർശനം എന്ന് നമുക്ക് പറയാം. വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ ഈ ചടങ്ങിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കുന്ന കാഴ്ചയും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. DRDO ഡെവലപ്പ് ചെയ്ത സംവിധാനങ്ങളാണ് ഈ റഡാർ സംവിധാനമാണ് ഇനി അടുത്തതായിട്ട് വരാനായി പോകുന്നത്. DRDO രൂപകൽപ്പന ചെയ്ത റഡാർ സംവിധാനം അടുത്തതായിട്ട് ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ പറ്റും. കർത്തവ്യപഥിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ DRDO രൂപകൽപ്പന ചെയ്ത റഡാർ പ്രതിരോധ സംവിധാനം ആണ് ഇനി നമുക്ക് കാണാനായി സാധിക്കുന്നത്. എല്ലാ പ്രദർശന വാഹനങ്ങളിലും ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടത് വനിതകളുടെ സാന്നിധ്യം ഇത്തവണ നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അവസര സമത്വം, നാരീ ശക്തി ഇവ നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന വിധത്തിലാണ് നമ്മുടെ രാഷ്ട്രപതി മുതൽ ഈ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് പങ്കെടുക്കുന്ന സൈനിക അംഗങ്ങളിൽ വരെ കൂടുതൽ വനിതാ അംഗങ്ങൾ ഉൾപ്പെടുന്ന വിധത്തിലാണ് ഇത്തവണത്തെ പ്രകടനങ്ങൾ ഉള്ളത്. വെപ്പൺ ലൊക്കേറ്റിംഗ് റഡാർ സ്വാതി എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. DRDOയാണ് ഈ സ്വാതി രൂപകൽപ്പന ചെയ്തത്. ഈ സ്വാതി ഇന്ത്യ പല രാജ്യങ്ങൾക്കും അത് ഇതിനകം തന്നെ DRDOയുടെ ഈ റഡാർ സിസ്റ്റം പല രാജ്യങ്ങൾക്കും ഇതിനകം നമുക്ക് ഓർഡറുകൾ ലഭിച്ചിട്ടുള്ള ഒന്നാണ്.